രുദ്രാക്ഷ എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. പൂജാമുറിക്ക് ഒരു അരമണിക്കൂർ ധ്യാനമാണ്. ആ സമയം രുദ്രാക്ഷം ധരിച്ചുള്ളൂ. ഈ രുദ്രാക്ഷത്തെ കെറ്റിലിട്ട് വെച്ചിട്ട് തിളപ്പിച്ചാൽ രുദ്രാക്ഷം പൊട്ടിപ്പോവുകയില്ല. പിന്നെ ഇതിനകത്ത് കറണ്ട് ഉണ്ട്. അപ്പൊ ധനശേഷി ഉള്ളവർ സാധാരണ പറയാറുണ്ടല്ലോ, സ്വാമിജി അന്ന് മേളയ്ക്ക് വന്നപ്പോൾ തന്ന രുദ്രാക്ഷം ഞാൻ വെള്ളി കെട്ടി കേട്ടോ, സന്തോഷം. സ്വാമി ഇപ്പോഴും ചെമ്പ് കമ്പിയാണോ? അതെ, കാശില്ല. അപ്പൊ ധരിക്കുന്ന രുദ്രാക്ഷം കോർക്കുന്നതിനും നിയമങ്ങളുണ്ട്. ഒരു 27 ദിവസം നെയ്യിൽ അത് മുക്കി വെക്കണമെന്നാണ്. എന്നാ ചോദിക്കുക, ഗോവിന്റെ പിന്നാമ്പുറത്ത് വേണം തൊട്ടു തൊഴാൻ. അതെന്തോ സ്വാമിജി, ഗോമുഖം മുന്നിലല്ലേ? അപ്പൊ ശാസ്ത്രമൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് നാഗാസന്യാസിമാരെയും സ്വാമി നിങ്ങൾ കുംഭമേളയിൽ വന്ന് കണ്ടു വസ്ത്രം ധരിക്കാതെയും കൗബീനം ധരിച്ചുകൊണ്ടും കഞ്ചാവും മറ്റും മരിച്ചു കുറെ പേര് ഇരിക്കും. ഇതാണോ പുണ്യം? ഇതാണോ ആത്മീയത? എല്ലാവരും കൊണ്ട് കൊടുത്തില്ലേ സ്വർണ്ണം അമ്പലങ്ങളിലൊക്കെ? ഒരു തരി പൊന്നെങ്കിലും കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്ന് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ ഭാഗ്യം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാൻ പറ്റുമോ? അതിന്റെ ഒരു രുദ്രാക്ഷം ധരിക്കുന്നതിന്റെ ഒരു രീതി ഒന്ന് പറഞ്ഞു തരുമോ? രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാവുന്നതാണ്. ചില പറയാറുണ്ട്, സ്വാമി രുദ്രാക്ഷം ധരിക്കാമോ? ഞാൻ മാംസം കഴിക്കാറുണ്ട്, മദ്യം കഴിക്കാറുണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സഭ്യതയുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് രുദ്രാക്ഷം ധരിക്കണം. വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ തൻ്റെ നിവൃത്തിയിൽ നിന്ന് വന്നു, കുളി കഴിഞ്ഞു, പൂജാമുറിക്ക് ഒരു അരമണിക്കൂർ ധ്യാനമാണ്. ആ സമയം രുദ്രാക്ഷം ധരിച്ചുള്ളൂ. അപ്പോൾ അതിന് ഭാര്യ ചോദിക്കുകയാണ്, സ്വാമി ചേട്ടൻ ധരിക്കുന്നു, എനിക്കും ധരിക്കാമല്ലോ. അമ്മയും ധരിച്ചോളൂ, അരമണിക്കൂറിന് ധ്യാനിക്കുകയോ പൂജിക്കുകയോ ഒക്കെ ആയിക്കോളൂ, ശരീരശുദ്ധി ഉണ്ടെങ്കിൽ. കാരണം ഇത് ദിവ്യവസ്തുവാണ്, ശ്രേഷ്ഠ വസ്തുവാണ്, മഹനീയ വസ്തുവാണ്. അത്രയും മഹനീയത നമ്മൾ നൽകേണ്ടതുണ്ട് രുദ്രാക്ഷത്തിന്. അതുകൊണ്ട് ആ നിയമങ്ങളെ നമ്മുടെ വീട്ടിൽ ജനിച്ചു വളരുന്ന രഞ്ജിത എന്ന 5 വയസ്സുകാരിയായ കുഞ്ഞിന് ശബരിമലയിൽ ചെല്ലാം. അതേ രഞ്ജിത 55 വയസ്സ് കഴിയുമ്പോഴും ചെല്ലാം. ഇടയ്ക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. ആ ഒരു നിയമത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടാവണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനും നമ്മുടെ വിശ്വാസമനുസരിച്ച് ഏകമുഖം ഏകഗ്രത പ്രദാനം ചെയ്യുന്നു. 2 മുഖം സുഹൃത്ത് ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു, അല്ലെങ്കിൽ ഭാര്യാഭർത്ത ബന്ധം ഊഷ്മളമാക്കുന്നു. 3 മുഖമുള്ളത് ത്രിമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാക്കുന്നു. 4 മുഖമുള്ള ധരിച്ചാൽ സരസ്വതി ജ്ഞാനം ഉണ്ടാകുന്നു. 5 മുഖമുള്ള ധരിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുന്നവനാകുന്നു. 6 മുഖം ധരിച്ചാൽ നമുക്ക് അളവറ്റ ജ്ഞാനവും സമ്പത്തും ഉണ്ടാകുന്നു. 7 മുഖം ധരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നു. 8 മുഖം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മളെ ദുർമന്ത്രവാദം ആഭിചാരക്രിയകളിലൂടെ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതിന് തെളിവുകൾ ഗ്രന്ഥങ്ങളിലുണ്ട്. 9 മുഖം ധരിക്കുകയാണെങ്കിൽ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. 10 മുഖമുള്ള രുദ്രാക്ഷം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരത്തിന് അഭിവൃദ്ധി ഉണ്ടാകും, കർമ്മത്തിന് പുണ്യതയുണ്ടാകും. 11 മുഖം നമ്മുടെ ലാഭത്തെ മാത്രം പ്രതിനിധീകരിക്കും. ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ ഓരോ മുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ആചാര്യന്മാർ എഴുതി നമ്മുടെ അതൊരു വിശ്വാസമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കറണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായ സത്യമാണ്. നമ്മുടെ രുദ്രാക്ഷത്തിന് അതിൻ്റെ ആകൃതി തന്നെ നമ്മുടെ ആപ്പിൾ കാണുന്ന പോലെ ഞെട്ടുള്ളൊരു ഭാഗവും താഴെ ഞെട്ടില്ലാത്ത ഭാഗവും. നമ്മുടെ 2 നഖത്തിനിടയ്ക്ക് ഈ രുദ്രാക്ഷം വെക്കുകയാണെങ്കിൽ ഇത് വലത്തോട്ട്, ഇംഗ്ലീഷിൽ നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ രുദ്രാക്ഷം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഈ കടകളിലൊക്കെ ഈ കെറ്റിലെന്ന് പറയില്ലേ ചായ ഉണ്ടാക്കുന്നത്, ഈ രുദ്രാക്ഷത്തെ കെറ്റിലിട്ട് വെച്ചിട്ട് തിളപ്പിച്ചാൽ രുദ്രാക്ഷം പൊട്ടിപ്പോവുകയില്ല, യഥാർത്ഥ രുദ്രാക്ഷം. പിന്നെ ഇതിനകത്ത് കറണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് രുദ്രാക്ഷം ധരിക്കുമ്പോൾ വെള്ളി, ചെമ്പ്, സ്വർണം ഇത് ഏതെങ്കിലും കൊണ്ട് വേണം ധരിക്കാൻ. കറണ്ട് എത്രയും സ്പീഡിൽ പാസ് ചെയ്യുന്ന സ്വർണത്തിലൂടെയാണ്. എന്നാൽ സ്വർണം കലിയുടെ വാസമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ ചെമ്പ്. അപ്പോൾ ധനശേഷി ഉള്ളവർ സാധാരണ പറയാറുണ്ടല്ലോ, സ്വാമിജി അന്ന് മേളയ്ക്ക് വന്നപ്പോൾ തന്ന രുദ്രാക്ഷം ഞാൻ വെള്ളി കെട്ടി കേട്ടോ, സന്തോഷം. സ്വാമി ഇപ്പോഴും ചെമ്പ് കമ്പിയാണോ? അതെ, കാശില്ല. അപ്പോൾ കറണ്ട് പാസ് ചെയ്യാൻ സ്വർണവും വെള്ളിയും കഴിഞ്ഞാൽ പിന്നെ ചെമ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ വൈദ്യുതിയെ ചാലകം ചെയ്യപ്പെടുന്ന വസ്തു കൊണ്ട് വേണം രുദ്രാക്ഷം കെട്ടേണ്ടതെന്നും. അതുപോലെ തന്നെ 2 ഭാഗമാണ് രുദ്രാക്ഷത്തിനുള്ളത്, പോസിറ്റീവ് ഫേസ്, നെഗറ്റീവ് ഫേസ്. നമ്മളിത് കോർക്കുമ്പോൾ പോസിറ്റീവിന് പുറകെ നെഗറ്റീവ് നമ്മൾ ഒരു ടോർച്ചിനകത്ത് ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഒരു ക്യാമറയിൽ എങ്ങനെ ബാറ്ററി 1/1 ആയിട്ട് കണക്ട് ചെയ്യുന്നു, അങ്ങനെ രുദ്രാക്ഷം കോർക്കുമ്പോഴാണ് കഴുത്തിന് ഒരു എനർജി ഫീൽഡായിട്ട് കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ധരിച്ചാൽ മാത്രമാണ് ധരിക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ
അവേക്കനസ് ഉണ്ടാക്കുക. നെഗറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് പാസ് ചെയ്യോ? ഇല്ല. പോസിറ്റീവ് ടു പോസിറ്റീവ് പാസ് ചെയ്യോ? ഇല്ല. അപ്പോൾ ധരിക്കുന്ന രുദ്രാക്ഷം കോർക്കുന്നതിനും നിയമങ്ങളുണ്ട്. പിന്നെ രുദ്രാക്ഷം കിട്ടി, കായ തോട് കളഞ്ഞു, ഒരു 27 ദിവസം നെയ്യിൽ അത് മുക്കി വെക്കണമെന്നാണ്. നെയ്യിൽ അത് മുക്കി വെക്കണമെന്നാണ്. അപ്പം അങ്ങനെ ധരിക്കുന്നതിന് മുമ്പുള്ള ഗോമൂത്രത്തിൽ ഇത് കഴുകി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഭസ്മം കൊണ്ട് അതിനെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയ, അതായത് നെയ്യ്, ഗോമൂത്രം, ഭസ്മം 27 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരു മരണം സംഭവിച്ച വീട്ടിലേക്ക് പോകണം, ഊരി വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ, സ്വാമിജി ഒരു വിവാഹത്തിന് പോകേണ്ടതുണ്ട്, അത് മറ്റൊരു സമ്പ്രദായക്കാരനാണ്. അവിടെ മദ്യവും മാംസവും ഒക്കെ വിളമ്പാറുണ്ട്. ഞങ്ങൾ കഴിക്കാറില്ല, എങ്കിലും അതുകൊണ്ട് ഊരി വെച്ചിട്ട് പോകാമെന്ന് കരുതി. അത്രയും നല്ലത്, അദ്ദേഹത്തിന് ജ്ഞാനമെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു മഹനീയ വസ്തുവാണ്, പുണ്യവസ്തുവാണ്, അസുലഭ വസ്തുവാണ് രുദ്രാക്ഷം. അപ്പോൾ അതിന് നമ്മൾ എത്രമാത്രം നമ്മളതിന് വില കൽപ്പിക്കും. ഒരു ചുമരിൽ പന്തെറിഞ്ഞാൽ ആ പന്ത് നേരെ നമ്മളിലേക്ക് വരുന്നത് പോലെ ഈ ദിവ്യവസ്തുവെ നമ്മൾ എത്രമാത്രം പവിത്രതയോടെ കാണും, അത്രയും പവിത്രത നമുക്ക് ലഭിക്കും. രുദ്രാക്ഷത്തെക്കുറിച്ച് രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. സ്വാമിജി, ശരിക്കും അഘോരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കാരണം ഈ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു പേടിപ്പിക്കുന്ന രൂപം, ഭയങ്കര ദേഷ്യത്തോടെയുള്ള ഒരു പെരുമാറ്റം, ഈ ഒരു സങ്കല്പ സാധാരണക്കാരൻ്റെ മനസ്സിൽ. ശരിക്കും ഈ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഉണ്ടായത്? അതെങ്ങനെ മാറ്റാം? അഘോരി എന്ന് പറയുകയാണെങ്കിൽ ഘോരമല്ലാത്തത് എന്നാണ് എൻ്റെ യഥാർത്ഥ അർത്ഥം. ശിവൻ സൗമ്യനാണ്, ശാന്തനാണ്, രൗദ്രനാണ്, ഭീവത്സനമാണ്. പ്രത്യേക കർമ്മപന്ഥാവുകളിലാണ് ശിവൻ അത്തരം ഭാവാദികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ദക്ഷയാഗത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കൊക്കെ അറിയാം. അപ്പോഴാണ് ശിവൻ രൗദ്രഭാവം പൂണ്ട് സംഹാര താണ്ഡവമാടിയ ഭഗവാൻ മഹേശ്വരനെ പൃഥ്വിതലം മുഴുവൻ കണ്ടത്. അപ്പോൾ ആ രൂപത്തെക്കാളും ശുദ്ധനാണ്. അപ്പം ആ രീതിയിലിരിക്കുന്ന ഭഗവാനെ ആരാധിക്കണമെങ്കിൽ അതിനേക്കാളും തീവ്രതയോടുകൂടി, അതിനേക്കാളും ശുദ്ധനായി തന്നെ ആചാര്യനുണ്ടാവണം. അതിനാണ് അഘോരിമാർ ആ ഒരു സമ്പ്രദായം തിരഞ്ഞെടുത്തിരിക്കുന്നതും അവരെ അഘോരി, അതായത് ഘോരമല്ലാത്തത് എന്ന പദത്തിന് ഉടമസ്ഥരാക്കി മാറ്റിയത്. പിന്നെ അവർ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബന്ധു മരിക്കുകയാണെങ്കിൽ നമ്മളെ ശവസംസ്കാരം ചെയ്യാറുണ്ട്. അസ്ഥി നമ്മളെ ജലത്തിൽ ഒഴുക്കുക ചെയ്യുക. അല്പം ഭസ്മം നമ്മൾ പണ്ട് തറവാടുകളിലൊക്കെ ഒരു കലശത്തിലാക്കി സൂക്ഷിക്കാറുണ്ട്. കാർന്നവന്മാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അതിൽ നിന്ന് ശലം ഭസ്മം ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ആ ഭസ്മം തീരുമ്പോൾ മാർക്കറ്റിലുള്ള ഭസ്മം അതിലിടാറുണ്ട്, അതിൽ നിന്ന് പാസ് ചെയ്യാൻ എനർജി കിട്ടാനായിട്ട്. പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ സംസ്കരിക്കുമ്പോൾ അവിടെ നവധാന്യം വിതയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇന്ന് തെങ്ങ് നടാറുണ്ട്. ആ തെങ്ങിലൊരു നാളികേരം ഉണ്ടായാൽ നമ്മൾ എറിഞ്ഞു കളയും, ഇല്ലല്ലോ, നമ്മളത് കഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം മൃത ശരീരത്തിൻ്റെ അംശം ആ തെങ്ങിൻ്റെ വേര് വലിച്ചെടുത്ത് വീണ്ടും നമ്മുടെ വയറ്റിൽ തന്നെ ചെന്നു, അല്ലേ? നമ്മളെ മുത്തച്ഛൻ്റെ അസ്ഥി ജലത്തിൽ നിമജ്ജനം ചെയ്തു. നമ്മൾ ആ ഭസ്മം ധരിക്കുന്നു. നമ്മുടെ വീട്ടിലെ കാർന്നവർ പുറത്തിറങ്ങാൻ നേരം ഉമ്മറത്തുനിന്ന് ആ ഭസ്മം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹിമാച്ഛാദിത ഹിമഖണ്ഡങ്ങളിൽ മരിക്കപ്പെടുന്നവരുടെ കർമ്മങ്ങൾ ആരാ ചെയ്യുക? ശാസ്ത്രം പറയുന്നു, മൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇച്ഛിക്കുന്നത് സാധിക്കും. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെ സാധിക്കുകയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സാധിക്കണമെങ്കിൽ നമ്മളെ സമാധി രൂപത്തിൽ സംസ്കരിക്കപ്പെടണമെന്നാണ്. മുക്തി ഉണ്ടാവില്ല. അപ്പം അതാണ് ചില മറ്റ് സമ്പ്രദായക്കാരുടെ സമാധികളെയും മറ്റും നമ്മൾ നശിപ്പിക്കുന്നത്. ആ സമ്പ്രദായം സനാതന ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്നാൽ, നമുക്കത് വെല്ലുവിളികൾ സൃഷ്ടിക്കേണ്ടി വന്നാൽ, അപ്പം ആ സമ്പ്രദായം നമ്മുടെ സനാതന സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? മനസ്സിച്ഛിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഇന്നും ആചാര്യന്മാരെ സമാധിയിരുത്തുന്നത്. നമ്മൾ ശവദാഹം ചെയ്യാറില്ല ആചാര്യന്മാരെ. സ്വാമി ആഗ്രഹിച്ച പോലെ തന്നെ എറണാകുളവും പാവക്കുളത്തപ്പനും പൂർണ്ണതീശ്വരനും ഒക്കെ ഹിന്ദുരാഷ്ട്രമായി മാറി എറണാകുളം. എന്നാൽ ഹരിദ്വാറിലെ സ്വാമി ഇവിടെ വന്ന് നിൽക്കുക. സ്വാമി ഇത്രയും തീവ്രവാദമാണല്ലോ, സ്വാമിയെ കൂടെ ഞങ്ങളുടെ സമാധി ഇരുത്താം. സന്തോഷം. മനസ്സാഗ്രഹിക്കുന്ന സാധിക്കും, ശരീരം നിശ്ചലമായി കഴിഞ്ഞാൽ. അപ്പോൾ ശത്രുരാജ്യത്തെ ഒരു സൈനികൻ ഹിമാലയ പ്രദേശങ്ങളിൽ കാവൽ നിൽക്കുകയാണ്. ഭാരതത്തിലേക്ക് നോക്കി തോക്കുന്നം പിടിച്ച്. അവൻ്റെ മനസ്സെന്താണ്? ഈ പ്രദേശം ഞങ്ങളുടേതാകണം. അയാൾ മരിക്കുന്നു, അയാൾ വധിക്കപ്പെടുന്നു. അയാളുടെ ശരീരത്തിലെ
മേൽപ്പറഞ്ഞ അസ്ഥി നിമജ്ഞനം, ഭസ്മം ധരണം ഒന്നും ചെയ്യപ്പെടുന്നില്ല. അയാളുടെ ആത്മാവും മുക്തനാണെങ്കിൽ അയാളുടെ മനസ്സാഗ്രഹിച്ച പോലെ സാധിക്കും. അവിടെയാണ് അഘോരികൾ അയാളുടെ അസ്ഥി കയ്യിലെടുത്ത് ജലത്തിൽ പോവുകയും ആ ആചാര ക്രമീകരണങ്ങളിലൂടെ ഭസ്മവും അസ്ഥിയും ഫലവും എല്ലാം തന്നെ ചെയ്യുമ്പോൾ ആത്മാവിന് മുക്തിയാകുന്നു. അത്തരം ശ്രേഷ്ഠമായ കർമ്മമാണ് അഘോരികൾ ഭൂമിയിൽ ചെയ്യുന്നത്. അല്ല നികൃഷ്ടമായ കർമ്മമല്ല ചെയ്യുന്നത്. ഇതെങ്ങനെയായിരിക്കും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ആളുകളുടെ ഇടയിൽ? അത് മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. സമസ്ത സനാതന ധർമ്മങ്ങളെയും ശാസ്ത്രവിജ്ഞാനങ്ങളെയും തമസ്കരിക്കപ്പെട്ടു. ചിദാനന്ദപുരി സ്വാമി പറഞ്ഞതുപോലെ മാസങ്ങളോളമാണ് തക്ഷശില നിന്ന് കത്തിയത്. അത്രമാത്രം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു നമുക്ക്. വായിക്കാൻ ഗ്രന്ഥങ്ങളില്ല. സൂര്യന് അർഘം കൊടുക്കുന്നില്ലേ ഉണ്ണിയത്? എന്താണ് സ്വാമി അർഘം എന്നാ ചോദിക്കുക. ഗോവിന്റെ പിന്നാമ്പുറത്ത് വേണം തൊട്ടു തൊടാൻ. അതെന്തോ സ്വാമിജി ഗോമുഖം മുന്നിലല്ലേ? അപ്പം ശാസ്ത്രമൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് നാഗാസന്യാസിമാരെയും സ്വാമി നിങ്ങൾ കുംഭമേളയിൽ വന്ന് കണ്ടു വസ്ത്രം ധരിക്കാതെയും കൗബീനം ധരിച്ചുകൊണ്ടും കഞ്ചാവും മറ്റും മരിച്ചു കുറേ പേര് ഇരിക്കും. ഇതാണോ പുണ്യം? ഇതാണോ ആത്മീയത? അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ശാസ്ത്രം പകർന്നു നൽകണം. അപ്പോൾ കേരളത്തിൽ ഇനി വലിയ താമസമൊന്നുമില്ല. അത് പറയാൻ കാരണം വളരെ വളരെ വർഷങ്ങളായുമാണ് നമ്മുടെ മാമാങ്കം മുടക്കപ്പെട്ട് കിടന്നത്. ആനന്ദവൻ ഭാരതി മഹാരാജിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തിരുനാവായയിൽ മാമാങ്കം പുനരുജ്ജീവിപ്പിക്കുകയും ഇപ്പോൾ കുംഭമേളകളിലും മറ്റും എത്തപ്പെടാൻ സാധിക്കാത്ത മലയാളികൾക്ക് ഒരു ചെറിയ മിനി കുംഭമേള പോലെ, അത് കുംഭമേളയല്ല, തിരുനാവായയിലത് മാഘമേളയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും കുംഭമേള എന്ന് കാണുമ്പോൾ നമുക്കും അതിശയമുണ്ടായി. കുംഭമേള ഹരിദ്വാറിലും പ്രയാഗയിലും ഉജ്ജയിനിലും നാസിക്കിലും മാത്രമേ ഉള്ളൂ. അമൃതിൻ്റെ കണം വീണ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇത് മാഘമേളയാണ്. അപ്പോൾ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നിരഞ്ജനി അഖാഡയുടെ ഒരു ശാഖ കാസർഗോഡോ കോഴിക്കോടോ ഭാഗത്തോ എവിടെയോ വരാൻ പോകുന്നു പറഞ്ഞതിൽ സന്തോഷമാണ്. അതുപോലെ ഞങ്ങളുടെ നിരഞ്ജനി അഖാഡയുടെ ഒരു പ്രവർത്തന മണ്ഡലം നമ്മുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലും ഒരു 2 വർഷത്തിനുള്ളിൽ സാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടിപ്പോൾ സർക്കാർ തന്നെ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം കൊടുത്തല്ലോ, സ്ത്രീ പ്രവേശനം പാടില്ലായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് കൊടുത്തില്ലെങ്കിൽ തന്നെ അഖാഡ സമ്പ്രദായം കേരളത്തിൽ സ്ഥാപീകരിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പ്രവേശനത്തിന് ഭരണാധികാരികൾ അനുകൂലിച്ചാൽ ആയുധമേന്തിയ മാതാജിമാർ രജസ്വലയായ സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുവാനായി പമ്പയിൽ സന്നിഹിതരായിരിക്കും. കാരണം സനാതന ധർമ്മത്തെ ശാസ്ത്രം കൊണ്ട് സംരക്ഷിക്കുകയാണ് നാഗാസന്യാസിമാരുടെ കർത്തവ്യം. മാറി മാറി വരുന്ന ഭരണകൂടം സനാതനധർമ്മത്തെ മാത്രമാണ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഭൂമിയിൽ വേറൊരു സംസ്കാരവും ഇത്രയും വെല്ലുവിളികൾ നേരിട്ടിട്ടില്ല. നമ്മുടെ സംസ്കാരം മാത്രമാണ്. ഇത്രമാത്രം ആക്രമണങ്ങൾ, ഇത്രമാത്രം വെല്ലുവിളികൾ. മുഗൾ ഭരണകാലത്ത്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നമ്മുടെ ഹിന്ദുമതം മാത്രമാണ് നേരിട്ടിട്ടുള്ളത്. നമ്മൾ വീണ്ടും മഹർഷി അരവിന്ദൻ പറയാറുണ്ട് സർവൈവൽ ചെയ്യുന്നതിനെക്കുറിച്ച്. എന്നാണോ നമുക്ക് റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെടുന്നത് അന്ന് നമ്മൾ സറണ്ടറായി പോകുന്നതാണ്. നമ്മൾ ഈ ആചാരങ്ങളെ പിന്തുടരുന്നതിലൂടെ, അനുഷ്ഠാനങ്ങളെ ആവർത്തിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ സനാതനധർമ്മത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ സംസ്കാരം തന്നെ അത് തന്നെയാണ് പറയുന്നത്. പുനർജനി സംസ്കാരം, കാലജയി സംസ്കാരം, മൃത്യുഞ്ജയി സംസ്കാരം, സനാതന സംസ്കാരം, ആര്യ ബ്രാഹ്മണ സംസ്കാരം എന്നും പറയുന്നുണ്ട്. വധം നമ്മൾ ഒന്നിനെയും വധിക്കുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. ആ രീതിയാണ്. അല്ലാതെ സ്വാമി ബ്രാഹ്മണ്യ മേൽക്കോയ്മയാണോ? 4 രീതിയിലുള്ള സമ്പ്രദായത്തെ കൊണ്ടുവന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബ്രാഹ്മണ്യം ഒരു ആർജിച്ചെടുക്കേണ്ട സ്വത്താണ്. അപ്പം ആ സംസ്കാരമുള്ളവൻ ഗോവിനെയല്ല ഒരു പ്രാണിയെയും വധിക്കുകയില്ല. ആ സംസ്കാരം ഒരു 10-12 വർഷമായി ഭാരതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഭരണാധികാരികളോടാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ നന്ദി പറയാനുള്ളത്. ശാസ്ത്രഗ്രന്ഥങ്ങളും അതാണ് പറയുന്നത്. രാജാവ് ജനപ്രിയനായിരിക്കണം, രാജാവ് ജനക്ഷേമ തൽപരനായിരിക്കണം, പ്രജകൾ എങ്കിൽ മാത്രമേ പ്രജകൾ നന്നാവുകയുള്ളൂ. ഗ്രന്ഥം പറയുന്നത് തന്നെ അങ്ങനെയാണ്. രാജ്യേ ധർമ്മിണി ധർമ്മിഷ്ഠ പാപേ പാപ സമാസമ രാജാനുമനു വർത്തന്തേ യഥാ രാജ തഥാ പ്രജ. അപ്പം രാജാവ് നല്ലവനായിരിക്കണം. ആ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ രാജാവ് ഭരിച്ചാൽ മാത്രമേ പറയുകയുള്ളൂ. എന്തിനാണ് സ്വർണ്ണം അമ്പലത്തിൽ കൊടുക്കുന്നത്? ഭഗവാന് ഒരു പൂവ്
അഭിഷേകത്തിനുള്ള ജലം ഇത് മാത്രമേ ഉള്ളൂ. കാരണം സ്വർണത്തിൽ കലിയിരിക്കുകയാണ്. എല്ലാവരും കൊണ്ട് കൊടുത്തില്ലേ സ്വർണം അമ്പലങ്ങളിലൊക്കെ? ഒരു തരി പൊന്നെങ്കിലും കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്ന് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ഭാഗ്യം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.